തർക്കത്തിൽ തട്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം. വയനാട് സീറ്റിൽ രൂക്ഷമായ അഭിപ്രായ തർക്കം പരിഹരിക്കാൻ ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് ചർച്ച ഇന്നും തുടരും. ആറ്റിങ്ങൽ, ആലപ്പുഴ, വടകര സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ തർക്കം തുടരുകയാണ്. ടി സിദ്ദിഖിനെ വയനാട്ടിൽ മത്സരിപ്പിക്കണമെന്ന നിർബന്ധത്തിൽ ഉമ്മൻചാണ്ടി തുടരുന്നു. വിവരങ്ങളുമായി സന്തോഷ് സാർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, ടി സിദ്ദിഖിനെ വയനാട്ടിൽ മത്സരിപ്പിക്കണമെന്ന ഉമ്മൻചാണ്ടിയുടെ നിർബന്ധ ബുദ്ധിയാണോ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് കോൺഗ്രസിന്റെ പ്രഖ്യാപിക്കാനുള്ള 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തെ എത്തിച്ചിരിക്കുന്നത്? AI ഗ്രൂപ്പുകൾ തമ്മിൽ യോജിപ്പിലെത്താൻ കഴിയാത്ത സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? മനു, ഈ വയനാടുമായി ബന്ധപ്പെട്ടുള്ള തർക്കം കഴിഞ്ഞ 3 ദിവസമായി കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് പോലും ഇതിൽ ഒരു പരിഹാരം കാണാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. രാവിലെ രമേശ് ചെന്നിത്തല ഇപ്പോൾ മുല്ലപ്പള്ളിയുടെ ബസ്തിയിലെത്തി അവിടെ കൂടിക്കാഴ്ച നടത്തിയാണ്. ഉമ്മൻചാണ്ടിയും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥിയുടെ ചർച്ചകൾ ഇന്നുണ്ട് വൈകുന്നേരം. പക്ഷേ രാവിലെ മുഴുവൻ ഉമ്മൻചാണ്ടി കേരളത്തിലെ തർക്ക പരിഹാരത്തിനായി ഈ നേതാക്കളുമായി ചർച്ച നടത്തും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും വയനാടിൽ ഒരു തീരുമാനം എത്തിയാൽ മാത്രമേ വടകരയും ആലപ്പുഴയും ആറ്റിങ്ങലും എന്ന മറ്റു തർക്ക മണ്ഡലങ്ങളിൽ ഒരു സാധ്യതാ ലിസ്റ്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നിലവിൽ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെ പേര് സജീവമായിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാൻ എന്തായാലും വയനാട് പറ്റില്ല എന്ന നിർബന്ധത്തിൽ തന്നെയാണ് എ ഗ്രൂപ്പ്. അതുകൊണ്ട് ഷാനിമോൾ ഉസ്മാനെ മാറ്റി പകരം മറ്റാരെയെങ്കിലും അവിടെ കൊണ്ടുവരാൻ ഐ ഗ്രൂപ്പ് ഇപ്പോൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അത് പക്ഷേ രമേശ് ചെന്നിത്തല കേരളത്തിലെ ഐ ഗ്രൂപ്പ് നേതാക്കളുമായി ചർച്ച നടത്തി മാത്രമേ യോഗത്തിനെ അറിയിക്കുകയുള്ളൂ. കാരണം എ ഗ്രൂപ്പ് പറയുന്നത് ടി സിദ്ദിഖിനെ മാത്രമേ വയനാട് നിർത്താൻ പറ്റുകയുള്ളൂ എന്നാണ്. എന്നാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കുകയുള്ളൂ. ഉമ്മൻചാണ്ടിയുടെ ഈ നിർബന്ധമാണ് പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുന്നത്. ഇപ്പോൾ എന്നാൽ ഐ ഗ്രൂപ്പ് പറയുന്നത് അത് ഐ ഗ്രൂപ്പിന്റെ കൈവശമുള്ള സീറ്റാണ്. ഒരു കാരണവശാൽ അത് എ ഗ്രൂപ്പിന് നൽകാനല്ല. ഇപ്പോൾ ടി സിദ്ദിഖിന് ഒരു താൽക്കാലികം എന്ന രീതിയിൽ കൈമാറിയാൽ പോലും ഭാവിയിൽ അത് എ ഗ്രൂപ്പിന്റെ കൈവശമുള്ള സീറ്റായി മാറും എന്ന് ഉറപ്പ്. അതുകൊണ്ട് ആ സീറ്റ് വിട്ടു നൽകാൻ എ ഗ്രൂപ്പ് സന്നദ്ധമല്ല. ഐ ഗ്രൂപ്പ് സന്നദ്ധമല്ല. എ ഗ്രൂപ്പ് ആകട്ടെ അതൊരു ഉറച്ച മണ്ഡലമായി കരുതുന്നുകൊണ്ട് അവരുടെ ഏതെങ്കിലും ഒരു പ്രമുഖരായ നേതാവിനെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ടി സിദ്ദിഖിനെ ഇനിയിപ്പോ ആലപ്പുഴയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ആലപ്പുഴ സുരക്ഷിത മണ്ഡലമല്ല എന്നാണ് ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് വയനാടുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഇപ്പോൾ രൂക്ഷമായി തുടരുന്നത്. അതായത് സന്തോഷ്, ഇവിടെ നേരത്തെ സന്തോഷ് പറഞ്ഞതുപോലെ തുടക്കത്തിൽ ഷാനിമോൾ ഉസ്മാന്റെ പേരായിരുന്നു ഒരു ചർച്ചകളിലൊക്കെ നിലനിന്നിരുന്നത്. എന്നാൽ ഈ സീറ്റിലേക്ക്, അതായത് ഏറ്റവും സുരക്ഷിതമായ സീറ്റെന്ന് കോൺഗ്രസ് കരുതുന്ന വയനാട്ടിലേക്ക് ടി സിദ്ദിഖിനെ വേണമെന്ന ഉമ്മൻചാണ്ടിയുടെ ആ ഒരു നിർബന്ധ ബുദ്ധിയാണോ ഇപ്പോൾ ഈ മറ്റ് സീറ്റുകളിലെ കൂടി സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതത്വത്തിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്? ഇനിയിപ്പോൾ വയനാട് സീറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രമായിരിക്കുമോ മറ്റു സീറ്റുകൾ സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുക? മനു, മെനഞ്ഞാന്ന് വൈകുന്നേരം രാത്രി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം നടന്നപ്പോൾ ഈ 4 സീറ്റിലും തർക്കമുണ്ടായി. ഇതിൽ വയനാടായിരുന്നു വലിയ പ്രധാന തർക്കമായി നിൽക്കുക. അതിനുശേഷം ഇന്നലെ വീണ്ടും രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളി യോഗം ചേർന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറങ്ങുമെന്ന് പറഞ്ഞു. പക്ഷേ ഡൽഹിയിൽ ഇല്ലാത്ത ഉമ്മൻചാണ്ടി കേരളത്തിൽ നിന്ന് ഈ വിഷയത്തിൽ ഫോണിൽ ഇടപെട്ടു. വയനാട് സിദ്ദിഖിന് മാത്രമേ നൽകാനാവുകയുള്ളൂ നിർബന്ധപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഉമ്മൻചാണ്ടിയോട് എത്രയും വേഗം ഡൽഹിയിൽ എത്തിച്ചേരാൻ മുല്ലപ്പള്ളി ആവശ്യപ്പെട്ടു. ഇത് മുല്ലപ്പള്ളി ഇന്നലെ മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഉമ്മൻചാണ്ടി അടിയന്തരമായി ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് മനു ചോദിച്ചതുപോലെ ഇന്നിപ്പോൾ ചർച്ച രണ്ടാമത് ആരംഭിച്ചിരിക്കുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്താനുള്ള സാധ്യത എന്തായാലും ഇല്ല. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഈ ഉമ്മൻചാണ്ടിയുടെ തീരുമാനമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഉമ്മൻചാണ്ടി ആകട്ടെ വയനാട് വിട്ടു തരില്ല. പക്ഷേ ഈ വയനാടിൽ തീരുമാനമായാലും ബാക്കി ഏതൊക്കെ സീറ്റുകൾ ഐ ഗ്രൂപ്പിന് നൽകണം, ഏതൊക്കെ സീറ്റുകൾ എ ഗ്രൂപ്പിന് നൽകണം എന്നത്. കാരണം ഏതെങ്കിലും ഒരു നിർബന്ധത്താൽ വയനാട് എ ഗ്രൂപ്പ് ഏറ്റെടുത്താൽ സ്വാഭാവികമായും ഐ ഗ്രൂപ്പ് മറ്റ് 2 സീറ്റുകൾ കൂടി കൂടുതലായി ആവശ്യപ്പെടും. ഇത് ഇനി എ ഗ്രൂപ്പ് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുക എന്നത് കൂടി നോക്കണം. അതുകൊണ്ടാണ് വയനാട് കൂടി തീരുമാനിച്ചാൽ മാത്രമേ ഇനി ബാക്കിയുള്ള സീറ്റുകളിൽ ഒരു സാധ്യതാ ലിസ്റ്റിലേക്ക് എങ്കിലും കാര്യങ്ങൾ പോവുകയുള്ളൂ. ശരി, സന്തോഷ് സാർലിംഗാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിൽ സീറ്റ് നിർണയം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. പ്രത്യേകിച്ചും 4 മണ്ഡലങ്ങളിലെ സീറ്റുകളാണ് ഇപ്പോൾ നിശ്ചയിക്കാനുള്ളത്. അതിൽ വയനാടിനെ ചൊല്ലിയാണ് ഏറ്റവും വലിയ തർക്കം AI ഗ്രൂപ്പുകൾ തമ്മിൽ നടക്കുന്നത്. അവിടെ ആ സീറ്റ്
എ ഗ്രൂപ്പിന് വേണമെന്ന ഉമ്മൻചാണ്ടി, ടി സിദ്ദീഖിന്റെ പേരാണ് ഉമ്മൻചാണ്ടി അവിടെ പറയുന്നത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയാതെയാണ് ഐ ഗ്രൂപ്പ് നൽകാൻ കഴിയില്ല എന്ന നിലപാടെടുത്തതോടെ, ഐ ഗ്രൂപ്പിന്റെ സിറ്റിംഗ് സീറ്റാണ് അതുകൊണ്ട് തന്നെ അത് നൽകാൻ കഴിയില്ല എന്ന നിലപാടെടുത്തതോടെ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. വയനാട് സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായാൽ മാത്രമേ മറ്റ് സീറ്റുകളുടെ കാര്യങ്ങളിലും ഒരു ഏകദേശ ധാരണയിലേക്ക് എത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയൂ. പ്രത്യേകിച്ചും മതസാമുദായിക പരിഗണനകൾ, ജാതി പരിഗണനകളൊക്കെ കോൺഗ്രസിന് പരിഗണിക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവരുടെ 4 മണ്ഡലങ്ങളിലെ ബാക്കിയുള്ള 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം വലിയ പ്രതിസന്ധിയിലെത്തി നിൽക്കുന്നത്. അതേസമയം രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് കാസർഗോഡ് കോൺഗ്രസിൽ ഉയർന്ന കലാപം സംസ്ഥാന നേതൃത്വം ഇടപെട്ട് താൽക്കാലികമായി ഒതുക്കി. അഡ്വക്കേറ്റ് സുബൈറായിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന് പിന്നിൽ DCCയിലെ ചില ഉന്നത നേതാക്കൾ തന്നെയാണെന്ന് DCC ഭാരവാഹികൾ ആരോപണമുന്നയിച്ചു. സ്ഥാനാർത്ഥി ആര് തന്നെയായാലും കാസർഗോഡ് LDF മേൽക്കൈ തുടരുമെന്ന് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകളിലെവിടെയും ഉയർന്നു വന്നിട്ടില്ലാത്തതാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേര്. എന്നാൽ കാസർഗോട്ടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ആദ്യം മുതൽ സജീവമായി നിന്നതാണ് KPCC അംഗം B സുബയ്യറയുടെ പേര്. പെരിയ ബാലകൃഷ്ണൻ, PC വിഷ്ണുനാഥ്, AP അബ്ദുള്ളക്കുട്ടി എന്നിവരുടെ പേരുകൾ പരിഗണിച്ചുവെങ്കിലും സുബയ്യറയ്ക്കായിരുന്നു മുൻതൂക്കം. DCC പ്രസിഡന്റ് ഹക്കിം കുന്നിൽ ഇടപെട്ട് സുബയ്യറയുടെ സീറ്റ് നിഷേധിച്ചുവെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് പരാതിയുണ്ട്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായർ, സുബയ്യറൈ ജില്ലയിൽ സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ ചിലർ കളിച്ചു എന്ന തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആരോ ചിലരുടെ വ്യക്തമായ ചില കരുനീക്കങ്ങൾ ഈ ജില്ലക്കകത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ വേണ്ടി നടത്തിയെന്ന് ഒരു എല്ലാവർക്കും ഒരു പൊതു സംസാരമുണ്ട്. DCC പ്രസിഡന്റിന്റെ ചില ചെയ്തികളോട് ഞങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. ആ എതിർപ്പ് ഞങ്ങൾ KPCCയോട് ആ എതിർപ്പ് പലപ്പോഴും രേഖപ്പെടുത്തിയതാണ്. സുബയ്യറയ്ക്ക് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ കലാപം ഉയർന്നു. 18ഓളം DCC അംഗങ്ങളും ഭാരവാഹികളും രാജിക്കൊരുങ്ങിയെങ്കിലും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഇടപെട്ട് പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തുടക്കം കുറിക്കും. തെരഞ്ഞെടുപ്പിന് ശേഷം DCC പ്രസിഡന്റിനെ മാറ്റാമെന്ന് ഉറപ്പു ലഭിച്ചതായാണ് പ്രതിഷേധക്കാരുടെ അവകാശവാദം. അതിനാൽ രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി തങ്ങൾ രംഗത്തിറങ്ങുമെന്നും അവർ വ്യക്തമാക്കി. പ്രതിഷേധമുണ്ടെങ്കിലും അഡ്വക്കേറ്റ് സുബയ്യറൈ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. UDF സ്ഥാനാർത്ഥി ആരായാലും LDFിനത് പ്രശ്നമല്ലെന്നും മണ്ഡലത്തിലെ LDF മേൽക്കൈ ഒരു ഘട്ടത്തിലും നഷ്ടപ്പെടില്ലെന്നും സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. ഇവിടെ ആര് സ്ഥാനാർത്ഥിയായാലും അത് LDFിന്റെ വിജയസാധ്യതയെ ബാധിക്കുന്നതല്ല. കോൺഗ്രസിലുണ്ടായ പ്രശ്നങ്ങൾ സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകന്മാരിൽ മനമെടുപ്പുണ്ടാക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സ്ഥാനാർത്ഥി ആരായാലും അത് LDFിനെ ബാധിക്കുന്നതല്ല. LDF ഇതര വോട്ടുകൾ ഉൾപ്പെടെ LDFിന് ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. കല്യാശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന് ഇന്നലെ ലഭിച്ചത് ഊഷ്മളമായ സ്വീകരണം. ഇന്ന് ഉദുമ മണ്ഡലത്തിലാണ് സതീഷ് ചന്ദ്രന്റെ പര്യടനം. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. BJP സ്ഥാനാർത്ഥി പട്ടിക ഇന്നുണ്ടാവില്ല. ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീഖറുടെ മരണത്തെ തുടർന്നാണ് തീരുമാനം. അതേസമയം K സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇഷ്ടസീറ്റില്ലെങ്കിൽ മത്സരിക്കില്ലെന്ന് നേതാക്കൾ കടുംപിടുത്തം തുടരുകയാണ്. വിവരങ്ങളുമായി ശരത്ത് ചേരുന്നുണ്ട്. ശരത്ത്, ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട BJP നേതാക്കളെല്ലാം ഗോവയിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ അവിടുത്തെ തർക്കങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും K സുരേന്ദ്രന്റെ കാര്യത്തിൽ പത്തനംതിട്ട സീറ്റ് ആയിരുന്നു, പത്തനംതിട്ട അല്ലെങ്കിൽ തൃശ്ശൂർ ആയിരുന്നു സുരേന്ദ്രന് താല്പര്യം. പക്ഷേ ഇത് രണ്ടും ലഭിക്കാത്ത അവസ്ഥയാണ്. തൃശ്ശൂർ BDJSന് കൊടുത്തു, പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ള ഏകദേശം സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു എന്ന തരത്തിൽ കാര്യങ്ങൾ വരുന്നു. അവിടെ മത്സരിക്കാൻ MD രമേശിന് താല്പര്യമുണ്ടായിരുന്നു. MD രമേശിന് ഇപ്പോൾ സീറ്റില്ല എന്ന് പറയുന്നു. ശോഭാ സുരേന്ദ്രന് സീറ്റില്ല എന്ന് പറയുന്നു. ഇങ്ങനെ അവരുടെ പ്രമുഖ നേതാക്കളൊക്കെ വലിയ കടുംപിടുത്തത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ സീറ്റ് നിർണയം വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുകയാണോ BJPയിൽ? തീർച്ചയായും മനു, കഴിഞ്ഞ ദിവസം കേന്ദ്ര നേതാക്കന്മാരുമായി ചർച്ച ചെയ്തുകൊണ്ട് സംസ്ഥാന നേതാക്കന്മാർ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടൊരു അന്തിമ രൂപം നൽകിയിരുന്നു. എന്നാൽ ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ മരണത്തെ തുടർന്ന് ഇന്ന് നടക്കാനിരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി നീട്ടിവെച്ചിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുന്നുണ്ട്. അതായത് നിലവിൽ കോൺഗ്രസിൻ്റെ 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ആ സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തു വന്ന ശേഷം കൃത്യമായും ഒരു സ്ഥാനാർത്ഥി ചിത്രം കോൺഗ്രസിൻ്റേത് കൂടി തെളിഞ്ഞ ശേഷം BJP പട്ടിക പുറത്തു വിട്ടാൽ മതി എന്നുള്ള ഒരു നിലപാടിലാണ് BJP നേതാക്കന്മാരുള്ളത്. അതിൽ തന്നെ പ്രധാനമായ കാരണം വടകര സീറ്റിൻ്റെ കാര്യത്തിലാണ്. കാരണം വടകരയിൽ കോൺഗ്രസ് ദുർബല സ്ഥാനാർത്ഥിയാണ് നിർത്തുന്നത് എങ്കിൽ അവിടെ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസത്തെ
തെരഞ്ഞെടുപ്പ് കേന്ദ്ര നേതാക്കന്മാർക്ക് നൽകിയിട്ടുള്ള പട്ടികയെ അനുസരിച്ചാണെങ്കിൽ തെരഞ്ഞെടുപ്പ് സമിതിയുടെ പരിഗണനയിലേക്ക് വിട്ട പട്ടികയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ തീർച്ചയായും BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ തന്നെ അവർക്ക് ഇഷ്ട സീറ്റിൽ മത്സരിക്കാനുള്ള അവസരം ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കെ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ സ്ഥാനാർത്ഥിത്വം തന്നെ അനിശ്ചിതത്വത്തിലാണ് ഇപ്പോഴുള്ളത്. കാരണം നേരത്തെ പത്തനംതിട്ടയിലും അതുപോലെ തന്നെ തൃശ്ശൂരിലും ഒരേപോലെ കെ സുരേന്ദ്രനെ പരിഗണിച്ചിരുന്നു. എന്നാൽ തൃശ്ശൂർ സീറ്റിൽ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി മത്സരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തൃശ്ശൂർ സീറ്റിൽ കെ സുരേന്ദ്രന് മത്സരിക്കാനുള്ള സാധ്യത കുറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ പത്തനംതിട്ടയുടെ കാര്യത്തിൽ പത്തനംതിട്ടയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള മത്സരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ പൂർണ്ണമായും കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ജനറൽ സെക്രട്ടറിയായ MT രമേശ് ആകട്ടെ നേരത്തെ തന്നെ പത്തനംതിട്ട സീറ്റില്ല എങ്കിൽ മത്സരിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് സീറ്റാണ് മറ്റൊരു ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാനായി താല്പര്യപ്പെട്ടിരുന്നത്. എന്നാൽ പാലക്കാട് സീറ്റ് C കൃഷ്ണകുമാറിനാണ് ഒന്നാം പരിഗണന ലഭിക്കുക. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പാലക്കാട് സീറ്റില്ല എങ്കിൽ താനും മത്സരരംഗത്തില്ല എന്നുള്ള നിലപാടാണ് ശോഭാ സുരേന്ദ്രനും സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ അന്തിമമായ പട്ടിക തെരഞ്ഞെടുപ്പ് സമിതിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അന്തിമമായ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ 3 ജനറൽ സെക്രട്ടറിമാർ ആ പട്ടികയിലില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ്. എന്നാൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. കാരണം കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല എങ്കിൽ സംസ്ഥാന BJPയിൽ വലിയ പൊട്ടിത്തെറിക്കുള്ള സാധ്യത ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് അത്തരമൊരു സാധ്യതയിലേക്ക് പോകുമെന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. ശരി. BJPയിലും വലിയ പ്രതിസന്ധിയാണ് സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇതുവരെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ചും കെ സുരേന്ദ്രനടക്കം ഇപ്പോൾ സീറ്റ് കിട്ടുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. കാരണം പത്തനംതിട്ടയ്ക്ക് വേണ്ടിയായിരുന്നു BJPയിൽ ഏറ്റവും വലിയ അടി നടന്നത്, സീറ്റിന് വേണ്ടി പിടിവലി നടന്നത്. പക്ഷേ പത്തനംതിട്ട ഇപ്പോൾ PS ശ്രീധരൻപിള്ളയ്ക്ക് ഏകദേശം ഉറപ്പിച്ചിരിക്കുന്നു. സുരേന്ദ്രൻ പത്തനംതിട്ട അല്ലെങ്കിൽ തൃശ്ശൂരിൽ മത്സരിക്കാനായിരുന്നു താല്പര്യപ്പെട്ടത്. തൃശ്ശൂർ BDJS നൽകിയിരിക്കുന്നു. അവിടെ ഒരു പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി തന്നെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ സുരേന്ദ്രന്റെ സീറ്റിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം വീണ്ടും തുടരും. ശോഭാ സുരേന്ദ്രന് പാലക്കാട് സീറ്റ് കിട്ടാൻ സാധ്യതയില്ല, ശോഭ മത്സരിക്കാൻ സാധ്യതയില്ല എന്നും പറയുന്നു. ഒപ്പം പത്തനംതിട്ട കിട്ടാത്തതുകൊണ്ട് MD രമേശും മത്സരരംഗത്ത് നിന്ന് പിന്മാറി എന്ന സൂചനകളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇന്ന് ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ മരണത്തെ തുടർന്ന് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അങ്ങോട്ട് പോകേണ്ടതുള്ളത് കൊണ്ട് അവരുടെ സീറ്റ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് ഉണ്ടാകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അന്തരിച്ച ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് മിരാമർ ബീച്ചിൽ നടക്കും. പാൻക്രിയാസ് സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. മനോഹർ പരീക്കറുടെ നിര്യാണത്തിൽ രാജ്യത്ത് ഇന്ന് ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അനുശോചനം രേഖപ്പെടുത്തി. അനാരോഗ്യത്തിലും ഭരണരംഗത്ത് ചുമതലകൾ നിർവഹിച്ച വ്യക്തിയായിരുന്നു പരീക്കറെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചിച്ചു. പാൻക്രിയാസിൽ രോഗം ബാധിച്ചതിനെ തുടർന്ന് US-ലും ഇന്ത്യയിലുമായി വിദഗ്ധ ചികിത്സയിലായിരുന്ന മനോഹർ പരീക്കറുടെ മരണം പനാജിയിലെ വസതിയിലായിരുന്നു. 4 തവണ മുഖ്യമന്ത്രിയായിരുന്ന പരീക്കർ രാജ്യത്തെ ആദ്യ IIT ബിരുദധാരിയായ മുഖ്യമന്ത്രിയാണ്. ഗോവയിലെ മാപൂസയിൽ 1955 ഡിസംബർ 13 ജനിച്ച മനോഹർ പരീക്കർ RSSലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തി. മുംബൈ IITയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ അദ്ദേഹം BJPയിലൂടെ 1994 നിയമസഭാംഗമായി. രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ 2000 ഒക്ടോബറിൽ BJP ആദ്യമായി ഗോവയിൽ ഭരണത്തിലെത്തിയപ്പോൾ പരീക്കറെയാണ് മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചത്. 2002 ഫെബ്രുവരിയിൽ നിയമസഭ പിരിച്ചുവിട്ടെങ്കിലും തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിച്ച് ജൂണിൽ വീണ്ടും മുഖ്യമന്ത്രിയായി. തുടർന്ന് 2005 ഭരണം നഷ്ടപ്പെട്ടെങ്കിലും 2012 മൂന്നാം വട്ടം മുഖ്യമന്ത്രി സ്ഥാനത്തെത്തി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ പരീക്കർ 2014 നവംബർ മുതൽ 2017 മാർച്ച് വരെ ആ സ്ഥാനത്ത് തുടർന്നു. 2017 മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാനായി രാജിവെച്ച മനോഹർ പരീക്കർ തന്റെ സ്ഥിരം മണ്ഡലമായ പനജിയിൽ വിജയിച്ച് വീണ്ടും നിയമസഭാംഗമായി. ഗോവയിൽ മനോഹർ പരീക്കർക്ക് പകരക്കാരനെ കണ്ടെത്താൻ BJPയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് മാസങ്ങളായി ആശുപത്രിയിൽ കഴിയുകയായിരുന്ന പരീക്കറുടെ മരണം സംഭവിച്ചത്. ന്യൂസ് ഡെസ്ക്. മനോഹർ പരീക്കർ വിട പറഞ്ഞതോടെ BJP കടുത്ത പ്രതിസന്ധിയിലാണ്. മനോഹർ പരീക്കർ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് 3 MLA-മാരുള്ള ഗോവ ഫോർവേഡ് പാർട്ടി BJPക്ക് പിന്തുണ നൽകിയിരുന്നത്. അതുകൊണ്ടാണ് ആരോഗ്യാവസ്ഥ മോശമായിട്ടും പരീക്കറെ ഇത്രയും കാലം BJP മുഖ്യമന്ത്രിയായി നിലനിർത്തിയത്.
40 നിയമസഭയിൽ ഇപ്പോൾ 37 MLA-മാരാണുള്ളത്. നിലവിൽ കോൺഗ്രസിന് 14ഉം BJPക്ക് 13ഉം MLA-മാരുണ്ട്. 3 വീതം MLA-മാരുള്ള മഹാരാഷ്ട്രവാദി ഗോമതക് പാർട്ടിയെയും ഗോവ ഫോർവേഡ് പാർട്ടിയെയും NCPയുടെ ഏക MLA-യും ഒരു സ്വതന്ത്രയും ഒപ്പം നിർത്തിയാണ് BJP സർക്കാർ ഉണ്ടാക്കിയത്. ഫോർവേഡ് പാർട്ടിയും സ്വതന്ത്ര MLA-മാരെയും ഒപ്പം നിർത്തി ഭരണം പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്. മനോഹർ പരീക്കർ മുഖ്യമന്ത്രിയായതുകൊണ്ട് മാത്രമാണ് 3 MLA-മാരുള്ള ഗോവ ഫോർവേഡ് പാർട്ടി BJPക്കൊപ്പം പിന്തുണ നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആരോഗ്യാവസ്ഥ മോശമായിട്ടും പരീക്കറെ മുഖ്യമന്ത്രിയെ നിലനിർത്തി BJP അധികാരം മുന്നോട്ട് കൊണ്ടുപോയതും. BJP സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെന്നും തങ്ങളെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത് BJPയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറെ മുഖ്യമന്ത്രിയാക്കാൻ BJP നീക്കം ശക്തമാക്കിയിട്ടുണ്ട്. ഘടകകക്ഷിയായ MGPയും പർസേക്കറെ പിന്തുണച്ചത് BJPക്ക് നേരിയ ആശ്വാസം നൽകുന്നുണ്ട്. കൂട്ടുകക്ഷി സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിനെ സർക്കാർ ഉണ്ടാക്കാൻ വിളിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ചന്ദ്രകാന്ത കവേൽക്കർ ഗവർണർ മൃദുല സിൻഹയ്ക്ക് കത്തയച്ചിട്ടുണ്ട്. ഭരണം പോകുകയാണെങ്കിൽ സർക്കാരിനെ പിടിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണത്തിലേക്ക് ഗോവ പോകുമെന്ന സൂചനയും പുറത്തുവരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങും. 91 ലോക്സഭാ സീറ്റുകളിലേക്കാണ് വിജ്ഞാപനം ഉണ്ടാവുക. 7 ഘട്ടങ്ങളിലായുള്ള തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ 11-നാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, സിക്കിം, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള വിജ്ഞാപനവും ഇന്നുണ്ടാകും. വിജ്ഞാപനത്തിന് ശേഷം നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാൻ കഴിയും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് 25-ആണ്. മിന്നൽ ഹർത്താൽ ആഹ്വാനം ചെയ്തതിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെതിരെ എടുത്ത കോടതിയലക്ഷ്യ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ 6-ന് കേസ് പരിഗണിക്കവേ ഡീനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. മിന്നൽ ഹർത്താലുകൾ തടഞ്ഞുകൊണ്ടുള്ള കേസിൽ കക്ഷിയല്ല എന്നത് മതിയായ ന്യായീകരണമാണോ എന്ന് കോടതി ചോദിച്ചിരുന്നു. മറ്റുള്ളവരുടെ മൌലിക അവകാശങ്ങൾ നിഷേധിക്കാൻ ആർക്കും അവകാശമില്ലെന്നും പ്രകോപനം എന്തായാലും നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഏത് ഹർത്താലിനും മുൻകൂർ നോട്ടീസ് നൽകണമെന്നും മുൻകൂർ നോട്ടീസ് നൽകുന്നത് ഹർത്താലിൽ അക്രമം നടത്താനുള്ള അനുമതിയല്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം മിന്നൽ ഹർത്താലുമായി ബന്ധപ്പെട്ട് ഡീൻ കുര്യാക്കോസിനെതിരെ 193 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സർക്കാരും കോടതിയെ അറിയിച്ചു. ശ്രീവരാഹത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി അർജുൻ പോലീസ് പിടിയിൽ. ഒളിവിലായിരുന്ന പ്രതിയെ ഫോർട്ട് സിഐയുടെ നേതൃത്വത്തിൽ ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടികൂടിയത്. അർജുനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനിടെ വ്യാഴാഴ്ചയാണ് ശ്യാം കുത്തേറ്റ് മരിച്ചത്. ഏറ്റുമുട്ടലിൽ അർജുന്റെ സുഹൃത്തുക്കളായ വിമൽ, ഉണ്ണിക്കണ്ണൻ എന്നിവർക്കും കുത്തേറ്റിരുന്നു. സംഭവത്തിൽ 2 പേരെ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അർജുനെ ആക്രമിച്ച സംഘത്തിലുണ്ടായിരുന്ന മനോജ്, രഞ്ജിത്ത് എന്നിവരെയാണ് പോലീസ് നേരത്തെ പിടികൂടിയത്. ആദ്യഘട്ട പ്രചാരണത്തിൽ തന്നെ മലയോര ജനതയുടെ മനം കവർന്ന ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. കാർഷിക തോട്ടം മേഖലകളിൽ മികച്ച സ്വീകരണമാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിന്തുണയ്ക്കുന്ന ജോയ്സിന് ലഭിക്കുന്നത്. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും പ്രചരണം ആരംഭിച്ചു. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല, ദേവികുളം, ഇടുക്കി, പീരുമേട്, തൊടുപുഴ നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം മണ്ഡലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. ഇടത് സ്ഥാനാർത്ഥി സിറ്റിംഗ് MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മണ്ഡലത്തിലെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളത്. എല്ലാ ഘടകങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയുണ്ട്. ആ ആളുകളുടെ വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സഹായവും ഈ പ്രാവശ്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വനിതാ പാർലമെന്റിന്റെ പിന്തുണയും പ്രചാരണ രംഗത്ത് ജോയ്സിന് കരുത്താണ്. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ പ്രചാരണത്തിന് ഞായറാഴ്ച തുടക്കമായി. 100% ഈ പാർലമെന്റ് മണ്ഡലം ഐക്യമുന്നണിക്ക് അനുകൂലമാണ്. ഡീൻ PJ ജോസഫുമായി കൂടിക്കാഴ്ച നടത്തി. LDF സ്ഥാനാർത്ഥിയുടെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയായപ്പോഴാണ് UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് തുടക്കമായത്. ഇനി NDA സ്ഥാനാർത്ഥി ആരെന്ന് വ്യക്തമാകുന്നതോടെ മണ്ഡലത്തിൽ പ്രചാരണം കൂടുതൽ ശക്തമാകും. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർക്ക് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ ആവേശകരമായ സ്വീകരണം. MP എന്ന നിലയിൽ കർഷക പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട ശ്രീമതി ടീച്ചർക്ക് UDF കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് കണ്ണൂർ ജില്ലയിലെ മലയോര ജനത PK ശ്രീമതി ടീച്ചർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. മലയോര കർഷകർക്ക് വേണ്ടി ശ്രീമതി ടീച്ചർ കഴിഞ്ഞ 5 വർഷം നടത്തിയ ഇടപെടലുകളാണ് ഈ സ്വീകാര്യതയ്ക്ക് പിന്നിൽ.
ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആലക്കോട്, തിമിരി, തേർത്തല്ലി, കാർത്തികപുരം, കൊട്ടയാട്, ചെമ്പേരി, വഞ്ചിയം തുടങ്ങിയ മേഖലകളിലൂടെയായിരുന്നു പര്യടനം. എല്ലായിടത്തും ലഭിച്ചത് ആവേശകരമായ സ്വീകരണം. വളരെയധികം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ ആവേശവും സന്തോഷവും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും സ്ഥാനാർത്ഥിയോടും നമ്മുടെ മലയോര മേഖലയിലെ ജനങ്ങൾ, കർഷകർ, സുഹൃത്തുക്കൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാം അനുഭവപ്പെട്ടത്. ഞായറാഴ്ച ദിവസം ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികളെ കണ്ടും ശ്രീമതി ടീച്ചർ പിന്തുണ അഭ്യർത്ഥിച്ചു. ആലക്കോട് സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ആന്റണി ആനക്കല്ല്, ചെമ്പേരി സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോർജ് കാഞ്ഞിരങ്ങാട് എന്നിവരെയും സന്ദർശിച്ചു. ക്രിസ്ത്യൻ ന്യൂനപക്ഷ മേഖലകളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് ടീച്ചറെ സ്വീകരിക്കാൻ എത്തിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഗ്രൂപ്പില്ലാത്തവരെ കേരളത്തിൽ വെട്ടിനിർത്തിയെന്ന് കോൺഗ്രസ് നേതാവും ദളിത് ഫെഡറേഷൻ പ്രസിഡന്റുമായ പി രാമഭദ്രൻ. VM സുധീറിനെയും MM ഹസനെയും KV തോമസിനെയും വെട്ടിനിർത്തിയതിലൂടെ പിന്നോക്ക സമുദായങ്ങളെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ അവഗണിച്ചുവെന്നും പി രാമഭദ്രൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന് വേണ്ടി പതിറ്റാണ്ടുകളായി സേവനമനുഷ്ഠിക്കുകയും ആ ദളിത് സംഘടനകളെ കോൺഗ്രസിനോട് അടുപ്പിക്കുകയും ചെയ്തിരുന്ന കേരള ദളിത് ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ, അദ്ദേഹവും ഒരുപക്ഷെ കോൺഗ്രസിലെ ഒരു ബലിമൃഗമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയം, ഇപ്പോഴത്തെ ഒരു സാഹചര്യം, തെരഞ്ഞെടുപ്പ് രംഗം, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയം അതുപോലും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഒരു കോൺഗ്രസിന്റെ നേതാവെന്ന നിലയിൽ ഇക്കാര്യത്തിൽ താങ്കളുടെ നിലപാടെന്ന്? വളരെ പരിഹാസപരമായ ഒരു രാഷ്ട്രീയ നാടകമാണ് ഡൽഹിയിലും കേരളത്തിൻ്റെ പല കേന്ദ്രങ്ങളിലും യുവജനങ്ങൾക്ക്, യൂത്ത് കോൺഗ്രസ്, KSU തുടങ്ങിയിട്ടുള്ള യുവജനങ്ങൾക്ക്, മഹിളാ കോൺഗ്രസ്, സേവാദൾ, INTUC തുടങ്ങിയ പോഷക സംഘടനകൾക്കും പിന്നെ അവരുടെ ഒരു ദളിത് സംഘടനയുണ്ട്, അതിൻ്റെ ആളുകൾക്കും ഒന്നും പ്രാതിനിധ്യം കൊടുക്കാതെ കുറേ നേതാക്കന്മാരുടെ ഏജന്റന്മാർക്ക് മാത്രം ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുമാണ് സീറ്റും വീതം വയ്ക്കുന്നത്. ശ്രീ VM സുധീരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ എടുത്ത് പുറത്തെറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് വരെ ഒരു സ്ഥാനവും കൊടുത്തിട്ടില്ല. AICC ജനറൽ സെക്രട്ടറി സ്ഥാനം, രാജ്യസഭാ അംഗത്വം ഇതൊക്കെ നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ ശ്രീ MM ഹസനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എടുത്ത് കളഞ്ഞിട്ടും MM ഹസനും അർഹമായ ഒരു പ്രാതിനിധ്യം കൊടുത്തിട്ടില്ല. 2 സീറ്റുകളാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രബല സമുദായമായ ഈഴവ സമുദായത്തിന് കൊടുക്കാൻ പോകുന്നത്. ആ 2 സീറ്റും യാതൊരു വിജയസാധ്യതയില്ലാത്ത സീറ്റുകളാണ്. ഇങ്ങനെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെയും ബാക്കി എല്ലാ വിഭാഗങ്ങളെയും, ദളിത് പിന്നോക്ക വിഭാഗങ്ങളൊന്നല്ല, കോൺഗ്രസിനകത്തെ എല്ലാ വിഭാഗങ്ങളെയും തമ്മിലടിപ്പിച്ച് പല തട്ടിലാക്കി ഗ്രൂപ്പ് പ്രവർത്തനവും ഒരു തരം മാഫിയ സംഘങ്ങളുടെ ഇടപെടലുമൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ നാടകം കേരളത്തിൽ വിലപ്പോവില്ല. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ ഇതിന് തക്കതായ തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസിന്റെ ഒരു ഗതികെട്ട ഒരു സാഹചര്യം, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യം പറഞ്ഞില്ലെങ്കിൽ പോലും കോൺഗ്രസിന് നേതാക്കന്മാരുടെ സ്ഥിതി ഇതാണെങ്കിൽ KDFന്റെ നേതാവും അതുപോലെ കോൺഗ്രസിന്റെ KPCC അംഗമൊക്കെ ആയിരുന്ന ഈ രാമഭദ്രൻ, അതിൽ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന രാമഭദ്രൻ, അദ്ദേഹത്തിന്റെ ഒരവസ്ഥ എന്തായിരിക്കും? കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. ചുവരെഴുത്തുകൊണ്ട് നാടകം നിറയുകയാണ്. ഓരോ മുന്നണിക്കും ഓരോ ചുവരെഴുത്ത് വിജയപ്രതീക്ഷയാണ്. കാണാം ആറ്റിങ്ങലിലെ ഇടതിന്റെ കരുത്തായ ഡോക്ടർ A സമ്പത്തിന് വേണ്ടി ചുവരെഴുതുന്ന കാഴ്ചകൾ. വടകരയിലെ LDF സ്ഥാനാർത്ഥി P ജയരാജന് മണ്ഡലത്തിലെങ്ങും ആവേശകരമായ വരവേൽപ്പാണ് ലഭിക്കുന്നത്. പൊള്ളുന്ന വേനൽ ചൂടിനെ പോലും അവഗണിച്ച് നിരവധി പേരാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ എത്തുന്നത്. സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക പേരാമ്പ്രയിലെ സുഭിക്ഷ ജീവനക്കാർ നൽകി. P ജയരാജന് ആവേശകരമായ വരവേൽപ്പാണ് ഓരോ കേന്ദ്രങ്ങളിലും ലഭിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന കൊടും ചൂടിനെ പോലും അവഗണിച്ച് പ്രിയ നേതാവിനെ സ്വീകരിക്കാനെത്തുന്ന ജനസഞ്ചയം. യുവാക്കൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, കൊച്ചുകുഞ്ഞുങ്ങൾ, പ്രായമായവർ, അങ്ങനെ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ.
വഴിയിൽ കാണാൻ കാത്തുനിൽക്കുന്നവരോട് കൈ ഉയർത്തി അഭിവാദ്യം ചെയ്ത് അരികിലെത്തുന്നവരുടെ കൈപിടിച്ച് കുശലം പറഞ്ഞ് സെൽഫി എടുക്കാൻ ചേർത്ത് നിർത്തി അവരിലൊരാളായി PJ. പേരാമ്പ്ര മണ്ഡലത്തിലെ രക്തസാക്ഷി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. ശേഷം ചേർമല സാംബവ കോളനിയിലേക്ക് മുദ്രാവാക്യം വിളികളോടെ സ്വീകരണം. കോളനി നിവാസികളോട് ചെറുഭാഷണം. ഇന്ത്യൻ ലോക്സഭയിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ അംഗസംഖ്യ ഉണ്ടാവണമെങ്കിൽ വടകര പാർലമെന്റിൽ ജയിക്കണം. കഴിഞ്ഞ 2 തവണ നമുക്ക് നഷ്ടപ്പെട്ട മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ തവണ ഇല്ലാത്ത ചില ഘടക കക്ഷികൾ ഇപ്പോൾ LDFിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ബഹുജന പിൻബലമുള്ള ഒരു ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വടകര മണ്ഡലം LDFിന് ജയിക്കാനാവും, അതും നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാനാവും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പേരാമ്പ്ര സുഭിക്ഷയിലെ സ്ത്രീ തൊഴിലാളികൾ കെട്ടിവെക്കാനുള്ള കാശ് നൽകിയാണ് തങ്ങളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. കഴിഞ്ഞ 2 തവണയും നഷ്ടപ്പെട്ട വടകര മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് CPIMന്റെ സമുന്നതനായ നേതാവ് P. ജയരാജനെ തന്നെ LDF ഇവിടെ രംഗത്തിറക്കിയിരിക്കുന്നത്. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നു വരികയാണ്. ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളാണ് വടകരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ബഹുദൂരം മുന്നേറിയിരിക്കുകയാണ് P. ജയരാജൻ. വടകരയിൽ നിന്നും ക്യാമറമാൻ ജിബേഷിനൊപ്പം PV കുട്ടൻ. താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ A. സമ്പത്ത് 1ാം ഘട്ട പ്രചരണം അവസാനിച്ചതായും 4ാം തവണയും വിജയിക്കുമെന്നും സമ്പത്ത് പറഞ്ഞു. അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുന്നതിനൊപ്പം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂടും വർദ്ധിക്കുകയാണ്. ഇന്നിപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ A. സമ്പത്ത് ഇപ്പോൾ ഉണ്ട്. സഹോദരൻ, എവിടം വരെയായി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ ആദ്യഘട്ടം പൂർത്തിയായോ? LDFിൻ്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലം കമ്മിറ്റി അവർ തീരുമാനിച്ചതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അത് വളരെ കൃത്യമായി മുന്നോട്ട് പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ താഴെ തട്ടിൽ വരെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് വളരെ കൃത്യനിഷ്ഠയോടെയും ജാഗ്രതയോടെയും അവർ അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കുകയാണ്. അവരുടേതായിട്ടുള്ള വിവിധ ഘട്ടങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങളാണ്. ആറ്റിങ്ങലിൽ പൊതുവെ ഇപ്പോൾ ഒരു പ്രചരണം ഉള്ളത് എന്ന് പറയുന്നത് 3 തവണ MP ആയിട്ടും ഒരു വികസന പ്രവർത്തനവും മണ്ഡലത്തിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ള ഒരു ദുഷ്പ്രചരണമൊക്കെ എതിർഭാഗത്ത് നടക്കുന്നുണ്ട്. ഇനി ഇത്രയും നാളത്തെ വികസന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമുള്ളത് തന്നെയാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ വിജയിച്ചെത്തുന്ന തന്നെ പ്രതീക്ഷിക്കാം. വിജയിച്ചെത്തുകയാണെങ്കിൽ എന്തിനായിരിക്കും പ്രാധാന്യം നൽകുക? ഏത് രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കായിരിക്കും? ഇതിപ്പോൾ ഈ കണ്ണുള്ളവരെല്ലാം കാണണമെന്നില്ല, ചെവിയുള്ളവരെല്ലാം കേൾക്കണമെന്നുമില്ല. ഈ ഹൃദയമുള്ളവരെല്ലാം ഹൃദയത്തോട് പോലെ ഉൾക്കൊള്ളണം എന്നും നമ്മളാരും ശാഠ്യം പിടിക്കേണ്ടതില്ല. ഇന്ത്യയിൽ നിലവിൽ ഇതുവരെ 7ാമത്തെ ഐസറിൻ്റെ പണി നടക്കുകയാണ്. 5ാമത്തെ ഐസർ ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിനാണ്. IIST ഐസറുമുള്ള ഇന്ത്യയിലെ ഏക പാർലമെൻറ്റ് മണ്ഡലവും ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമാണ്. ഇത് മാത്രമല്ല, നിങ്ങളിപ്പോൾ നോക്കൂ, ആറ്റിങ്ങൽ നാഷണൽ ഹൈവേ 66, ഈ ചില ആളുകൾ ബൈപ്പാസ് എവിടെ എന്നുള്ളത് ഹൃദയം കീറേണ്ട കാര്യമൊന്നുമില്ല, ബൈപ്പാസിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ നല്ല ചങ്ക് തന്നെയാണ് ഉള്ളത് കേരളത്തിന്. ആറ്റിങ്ങൽ NH 66 വരുന്നത്. NH 47ൻ്റെ ബൈപ്പാസ് അല്ല. ഇന്ത്യയിൽ 543 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് എല്ലാ ഗ്രാമപഞ്ചായത്ത് തലം വരെയും സാന്ത്വന ചികിത്സാ രംഗത്തിന് ഒരു മുതൽക്കൂട്ടെന്നുള്ള നിലയിൽ എയർ കണ്ടീഷൻഡ് ആംബുലൻസ് സൗകര്യങ്ങൾ നൽകാൻ കഴിഞ്ഞതും കക്ഷി രാഷ്ട്രീയ ജാതി മത വർണ്ണവർഗ ഭാഷാ ലിംഗ സാമ്പത്തിക നിലവാരത്തിനപ്പുറം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ സാന്ത്വന ചികിത്സാ രംഗത്ത് മുന്നോട്ട് പോകാനായി കഴിഞ്ഞതും. ഈ ഏത് സ്കൂളിലാണ് MP എന്ന നിലയിൽ എൻ്റേതായ സഹായം ലഭിക്കാതിരുന്നിട്ടുള്ളത്? വികസനം എന്നത് ജനങ്ങളുടെ അവകാശമാണ്. അതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള പരിപ്രേക്ഷ്യം. എന്തായാലും LDFന് ഹൃദയം കവരാനാകും കേരളത്തിന്റെ എന്നുള്ളതാണ്. ഒപ്പം ആറ്റിങ്ങലിന്റെ മണ്ഡലത്തിന്റെ സമ്പത്താകാൻ ഡോക്ടർ സമ്പത്തിന് കഴിയട്ടെ എന്നും എല്ലാവിധ ആശംസകളും നേരുന്നു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പലിശരഹിത വായ്പാ പുനഃക്രമീകരണ പദ്ധതി ബ്രിഡ്ജ് ലോൺ തീരമേഖലയിൽ ആശ്വാസമാകുന്നു. 1.75 ലക്ഷം വായ്പയെടുക്കുന്ന മത്സ്യത്തൊഴിലാളി പുതിയ പദ്ധതി പ്രകാരം 1 ലക്ഷത്തോളം രൂപയാണ് പലിശ ഇനത്തിൽ 3 വർഷം കൊണ്ട് ലാഭിക്കുന്നത്. ഇത് കൊല്ലം മൂതാക്കര സ്വദേശി സുനിൽ. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കഴിഞ്ഞ ജനുവരിയിലാണ് പലിശരഹിത പദ്ധതി പ്രകാരം മത്സ്യഫെഡിൽ നിന്ന് 1.25 ലക്ഷം രൂപ വായ്പ എടുത്തത്. UDF ഭരണകാലത്തായിരുന്നുവെങ്കിൽ പ്രതിമാസം 2000 രൂപ പലിശ ഒടുക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇടതുപക്ഷ സർക്കാരിന്റെ പദ്ധതി പ്രകാരം 5 പൈസ പോലും പലിശ ഇതുവരെ സുനിലിന് അടയ്ക്കേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് 1,75,000 രൂപയാണ് ലോൺ എടുത്തിരിക്കുന്നത്. അതിൽ പലിശ നേരത്തെ ഉള്ള ഗവൺമെൻറ് ഇരുന്ന സമയത്ത് 13-14% പലിശ ഉള്ളായിരുന്നു. അത് 2000 രൂപ അടുപ്പിച്ച് പലിശയിൽ
വരുന്നുണ്ട് മാസത്തിൽ. അപ്പം ഇപ്പോൾ ഞങ്ങൾക്ക് അത് ലാഭമാണ്. ഈ 2000 രൂപ അടുപ്പിച്ച് ഞങ്ങൾക്ക് പലിശ ലാഭമാണ് മാസം തോറും. ഏകദേശം 90-1 ലക്ഷം രൂപ അടുപ്പിച്ചിരിക്കും. ഫലത്തിൽ 98,000 രൂപയാണ് ഈ മത്സ്യത്തൊഴിലാളിക്ക് ലാഭം. അപ്പോൾ ഞങ്ങൾ 3 കൊല്ലം പരിശോധിച്ച് നോക്കിയപ്പോൾ 98,000 ഒരാൾ ഒരു വെള്ളം എടുക്കുമ്പോൾ അവർക്ക് ലാഭം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുടിശ്ശ കാണത്തില്ല, സംഘത്തിൽ കുടിശ്ശയില്ല, അങ്ങനെ കടം തീർന്നു പോവുക. മത്സ്യലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ കടക്കണിയിലാകുന്ന കടലിന്റെ മക്കൾക്ക് പലിശരഹിത വായ്പ വലിയ ആശ്വാസമാണ് പകരുന്നത്. മത്സ്യക്ഷാമം കൊണ്ട് കടക്കണിയിലായ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ആശ്വാസം പകരുന്ന പദ്ധതിയാണ് പലിശരഹിത വായ്പ. ഫലത്തിൽ ഒരു മത്സ്യത്തൊഴിലാളിക്ക് 1,75,000 രൂപയുടെ വായ്പ എടുക്കുമ്പോൾ 3 വർഷം കൊണ്ട് അവർ ലാഭിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് സേവ് ചെയ്യാൻ കഴിയുന്നത് ഏകദേശം 1 ലക്ഷം രൂപയാണ്. 98,000 രൂപയോളമാണ് അവർ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയുന്നത്. ഇതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ മത്സ്യമേഖലയ്ക്കുള്ള സമ്മാനം. ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത ചരിത്ര പോരാട്ടത്തിന്റെ അടയാളം ഇപ്പോഴും ആലത്തൂർ കാവശ്ശേരിയിലുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിന്റെ ചുവരെഴുത്താണ് 42 വർഷങ്ങൾക്ക് ശേഷവും കാവശ്ശേരി ഗ്രാമത്തിൽ ഇപ്പോഴും മായാതെ കിടക്കുന്നത്. EMS ജ്യോതി ബസു സിന്ദാബാദ്. ഇന്ദിര ജയിലിലേക്ക്, ശിവരാജ് മേനോൻ പാർലമെന്റിലേക്ക്. ഇന്ദിര മുട്ടാതെ, മൊറാർജിയോട് മുട്ടാതെ. 77-ൽ നാടെങ്ങും മുഴങ്ങിയ മുദ്രാവാക്യങ്ങളിൽ പലതും കാവശ്ശേരി ഗ്രാമത്തിന്റെ ചുവരുകളിൽ തീഷ്ണമായ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഓർമ്മകളായി ഇപ്പോഴുമുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും ഒരുമിച്ചുള്ള തിരഞ്ഞെടുപ്പ്. കാവശ്ശേരി ഉൾപ്പെടുന്ന ആലത്തൂർ നിയമസഭാ മണ്ഡലം EMSന്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധയാകർഷിച്ചു. പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി T. ശിവരാജ് മേനോൻ. ജനാധിപത്യ വിശ്വാസികൾ ഇന്ദിരാ ഭരണത്തിനെതിരായ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. രാത്രി അരണ്ട വെളിച്ചത്തിൽ കാവശ്ശേരിയിലും ചുവരാകെ തിരഞ്ഞെടുപ്പാവേശം തെളിഞ്ഞുവന്നു. മാനുവേട്ടനും സംഘവുമാണ് കാവശ്ശേരിയിൽ ചുവരെഴുത്തിന് നേതൃത്വം നൽകിയത്. ഈ ചുവരെഴുത്തുകൾ പോലെ അന്നത്തെ ഓർമ്മകൾ മായാതെ മാനുവേട്ടന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അന്നത്തെ അടിയന്തരാവസ്ഥയിലുണ്ടായിട്ടുള്ള ആ ചിന്താശക്തിയാണ് ഇതിലേക്ക് എഴുതാൻ കാരണം, അതിൻ്റെ ഭീകരത. അപ്പോൾ അതിന് പകരം ജനങ്ങൾ ചോദിക്കുമെന്നുള്ള ലക്ഷ്യമാണ് എഴുതിയത്. അന്ന് ചെങ്കല്ലിപ്പൊടിയും ചുണ്ണാമ്പും, അതിൽ ചുണ്ണാമ്പിൽ പഞ്ചസാര ഇടും, എന്നിട്ട് അതിനെ പെയിന്റ് ആക്കും. ആലത്തൂരിൽ EMSനെതിരെ അന്ന് കോൺഗ്രസിലെ യുവരക്തമായിരുന്ന VS വിജയരാഘവൻ പശുവും കിടാവും ചിഹ്നത്തിൽ വോട്ട് തേടി. പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ T. ശിവരാജ് മേനോനെതിരെ കോൺഗ്രസിലെ സുന്ന സാഹിബ്. ശക്തമായ മത്സരം നടന്നപ്പോൾ ആലത്തൂരിൽ EMS 1999 വോട്ടുകൾക്ക് വിജയിച്ചു. കൗണ്ട് കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞപ്പോൾ P. കൃഷ്ണൻ വലിയ മാലയായിട്ട് EMSനെക്കാളും പൊക്കമുള്ള ചോപ്പ് മാലയും കൊണ്ട് അവിടെ ഇടാൻ വന്നപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഇങ്ങനെ എത്തിയപ്പോൾ ഇത് എനിക്കല്ല വിജയരാഘവൻ ഇട്ടാൽ മതി, ഞാൻ ജയിച്ചെങ്കിലും യഥാർത്ഥ വിജയം വിജയരാഘവനാണ്, ഞാൻ സാങ്കേതികമായി ജയിച്ചിരിക്കാൻ, എനിക്ക് വേണ്ട അവിടെ മാല കഴുത്തിലിടാൻ സമ്മതിച്ചില്ല. പാലക്കാട് T. ശിവരാജ് മേനോനെതിരെ സുന്ന സാഹിബ് ജയിച്ചു കയറി. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കേരളം വേറിട്ട് ചിന്തിച്ചെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചൊരു ചരിത്രം ഈ ചുവരുകളിൽ മായാതെ കിടപ്പുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനാധിപത്യ സംരക്ഷണത്തിനായി നടന്ന പോരാട്ടത്തിന്റെ ഓർമ്മകൾക്ക് നിർണായകമായ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രസക്തിയേറെയാണ്. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം ഇന്ന് പുറത്തിറങ്ങും. 91 ലോക്സഭാ സീറ്റുകളിലേക്കാണ് വിജ്ഞാപനം ഉണ്ടാവുക. 7 ഘട്ടങ്ങളിലായുള്ള തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ 11-നാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, സിക്കിം, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള പ്രഖ്യാപനവും ഇന്നുണ്ടാകും. വിജ്ഞാപനത്തിന് ശേഷം നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാൻ കഴിയും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് 25-ആണ്. ചെയ്തതിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെതിരെ എടുത്ത കോടതി അലക്ഷ്യ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ 6-ന് കേസ് പരിഗണിക്കവേ ഡീനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. മിന്നൽ ഹർത്താലുകൾ തടഞ്ഞുകൊണ്ടുള്ള കേസിൽ കക്ഷിയല്ലായിരുന്നു എന്നത്
മതിയായ ന്യായീകരണമാണോ എന്ന് കോടതി ചോദിച്ചിരുന്നു. മറ്റുള്ളവരുടെ മൌലിക അവകാശങ്ങൾ നിഷേധിക്കാൻ ആർക്കും അവകാശമില്ലെന്നും പ്രകോപനം എന്തായാലും നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഏത് ഹർത്താലിനും മുൻകൂർ നോട്ടീസ് നൽകണമെന്നും മുൻകൂർ നോട്ടീസ് നൽകുന്നത് ഹർത്താലിൽ അക്രമം നടത്താനുള്ള അനുമതിയല്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം മിന്നൽ ഹർത്താലുമായി ബന്ധപ്പെട്ട് ഡീൻ കുര്യാക്കോസിനെതിരെ 193 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 6 വയസ്സുകാരൻ മരിച്ചു. മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് ഷാനാണ് മരിച്ചത്. ഒരാഴ്ച മുന്നെയാണ് കുഞ്ഞിന് രോഗബാധ സ്ഥിരീകരിച്ചത്. ആദ്യം കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുഹമ്മദ് ഷാനെ പനി ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം വെസ്റ്റ് നൈൽ പനിയിൽ ആശങ്ക വേണ്ടെന്നും ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ശ്രീവരാഹത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി അർജുൻ പോലീസ് പിടിയിൽ. ഒളിവിലായിരുന്ന പ്രതിയെ ഫോർട്ട് സിഐയുടെ നേതൃത്വത്തിൽ ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടികൂടിയത്. അർജുനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനിടെ വ്യാഴാഴ്ചയാണ് ശ്യാം കുത്തേറ്റ് മരിച്ചത്. ഏറ്റുമുട്ടലിൽ അർജുന്റെ സുഹൃത്തുക്കളായ വിമൽ, ഉണ്ണിക്കണ്ണൻ എന്നിവർക്കും കുത്തേറ്റിരുന്നു. സംഭവത്തിൽ 2 പേരെ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അർജുനെ ആക്രമിച്ച സംഘത്തിലുണ്ടായിരുന്ന മനോജ്, രജിത് എന്നിവരെയാണ് പോലീസ് നേരത്തെ പിടികൂടിയത്. ജന്മനാടിന്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി വടകര LDF സ്ഥാനാർത്ഥി പി ജയരാജന്റെ മണ്ഡല പര്യടനം. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തിയതായിരുന്നു പി ജയരാജൻ. കൂത്തുപറമ്പ്, പാനൂർ മേഖലയിലെ രക്തസാക്ഷി കുടുംബങ്ങളെയും പി ജയരാജൻ സന്ദർശിച്ചു. കൂത്തുപറമ്പുകാർക്ക് കുടുംബാംഗത്തെ പോലെയാണ് പി ജയരാജൻ. നാടിന്റെ ജനമനസ്സറിഞ്ഞ പ്രിയ നേതാവിന്റെ വലിയ വിജയം കാണാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും. വടകരയുടെ ജനമനസ് തേടിയുള്ള പി ജയരാജന്റെ പര്യടനം കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ എത്തിയപ്പോൾ എങ്ങും ലഭിക്കുന്നത് സ്നേഹോഷ്മളമായ സ്വീകരണം. 3 തവണ പി ജയരാജനെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിയമസഭയിൽ എത്തിച്ച കൂത്തുപറമ്പ് നിയോജക മണ്ഡലം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ചരിത്രം ആവർത്തിക്കാൻ ഒരുങ്ങുകയാണ്. പ്രചരണത്തിൽ പി ജയരാജൻ ഏറെ മുന്നിലെത്തിക്കഴിഞ്ഞു. വലിയ നിലക്കുള്ള സ്വീകാര്യതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് ലഭിക്കുന്നത്. അത് പൊതുവിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കൂടിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കന്നി വോട്ടർമാരായിട്ടുള്ള ആളുകൾ അവർ ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആവേശകരമായിട്ടുള്ള അനുഭവമാണ് ഈ പര്യടനത്തിലുണ്ടായിട്ടുള്ളത്. കൂത്തുപറമ്പ്, പാനൂർ മേഖലകളിലെ രക്തസാക്ഷി കുടുംബങ്ങളെയും പി ജയരാജൻ സന്ദർശിച്ചു. പാട്യം, മൊകേരി ഈസ്റ്റ്, പാനൂർ, പുത്തൂർ, ചെറുവാഞ്ചേരി, കോട്ടയം സൗത്ത്, കോട്ടയം നോർത്ത്, കൂത്തുപറമ്പ് ഈസ്റ്റ്, കൂത്തുപറമ്പ് വെസ്റ്റ് തുടങ്ങിയ മേഖലകളിലായിരുന്നു വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ടുള്ള പര്യടനം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മലപ്പുറത്ത് LDF ആദ്യഘട്ട മണ്ഡല പര്യടനം പൂർത്തിയാക്കി. പഞ്ചായത്ത് തല കൺവെൻഷനുകളും കുടുംബയോഗങ്ങളും ആരംഭിച്ചു. അതേസമയം പോപ്പുലർ ഫ്രണ്ടുമായി കൂടിക്കാഴ്ച നടത്തി വെട്ടിലായ PK കുഞ്ഞാലിക്കുട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം പുനരാരംഭിച്ചു. SDPIയുമായി രഹസ്യ ചർച്ച നടത്തി വെട്ടിലായ PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് പ്രചരണം പുനരാരംഭിച്ചു. നാളെ മുതൽ കുഞ്ഞാലിക്കുട്ടി മണ്ഡല പര്യടനം ആരംഭിക്കും. കടുത്ത വെയിലായതിനാൽ വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് പ്രചരണ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. SDPI ബന്ധം ലീഗ് അണികളിലും അങ്കലാപ്പുണ്ടാക്കിയ സാഹചര്യത്തിൽ ഇക്കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടി വിശദീകരിക്കേണ്ടി വരും. അതേസമയം LDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ ആദ്യം ഏറ്റുമുട്ടുന്ന ആശയങ്ങൾ തമ്മിലാണ്, രാഷ്ട്രീയം തമ്മിലാണ്. അത് എന്ത് രാഷ്ട്രീയമാണ് ആ സ്ഥാനാർത്ഥിയിലൂടെ ആ മുന്നണി ഉയർത്തുന്നത്, ഈ സ്ഥാനാർത്ഥിത്വം എന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ എന്റെ മുന്നണി ഉയർത്തുന്നത്. അതാണ് യഥാർത്ഥ പോരാട്ടവും യഥാർത്ഥ സംവാദവും നടക്കുന്നത് ആ ഘട്ടത്തിലാണ്, ആശയത്തിലാണ്, രാഷ്ട്രീയത്തിലാണ്. ആ ഘട്ടത്തിൽ വലിയ മേൽക്കോയ്മ ഇടതുപക്ഷത്തിന് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പാർലമെന്റ് മണ്ഡലം, നിയമസഭാ മണ്ഡലം കൺവെൻഷനുകളെല്ലാം പൂർത്തിയായി. മണ്ഡല പര്യടനവും ഒരു റൌണ്ട് പൂർത്തിയായി. പഞ്ചായത്ത് തല കൺവെൻഷനുകളാണ് ഇപ്പോൾ നടക്കുന്നത്. കുടുംബയോഗങ്ങളിലേക്കും LDF ഉടൻ കടക്കും. എതിർ സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി മുത്തലാഖ് ബില്ലിലെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതും പോപ്പുലർ ഫ്രണ്ട് ബന്ധവും രാഷ്ട്രീയ ആയുധമാക്കിയാണ് VP സാനുവിന്റെ പ്രചരണം മുന്നേറുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർക്ക് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ ആവേശകരമായ സ്വീകരണം. MP എന്ന നിലയിൽ കർഷക പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട ശ്രീമതി ടീച്ചർക്ക് UDF കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് കണ്ണൂർ ജില്ലയിലെ മലയോര ജനത PK ശ്രീമതി ടീച്ചർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. മലയോര കർഷകർക്ക് വേണ്ടി ശ്രീമതി ടീച്ചർ കഴിഞ്ഞ 5 വർഷം നടത്തിയ ഇടപെടലുകളാണ് ഈ സ്വീകാര്യതയ്ക്ക് പിന്നിൽ.
ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആലക്കോട്, തിമിരി, തേർത്തല്ലി, കാർത്തികപുരം, കൊട്ടയാട്, ചെമ്പേരി, വഞ്ചിയം തുടങ്ങിയ മേഖലകളിലൂടെയായിരുന്നു പര്യടനം. എല്ലായിടത്തും ലഭിച്ചത് ആവേശകരമായ സ്വീകരണം. വളരെയധികം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ ആവേശവും സന്തോഷവും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും സ്ഥാനാർത്ഥിയോടും നമ്മുടെ മലയോര മേഖലയിലെ ജനങ്ങൾ, കർഷകർ, സുഹൃത്തുക്കൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കെല്ലാം അനുഭവപ്പെട്ടത്. ഞായറാഴ്ച ദിവസം ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികളെ കണ്ടും ശ്രീമതി ടീച്ചർ പിന്തുണ അഭ്യർത്ഥിച്ചു. ആലക്കോട് സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ആന്റണി ആനക്കല്ല്, ചെമ്പേരി സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോർജ് കാഞ്ഞിരങ്ങാട് എന്നിവരെയും സന്ദർശിച്ചു. ക്രിസ്ത്യൻ ന്യൂനപക്ഷ മേഖലകളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് ടീച്ചറെ സ്വീകരിക്കാൻ എത്തിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഗ്രൂപ്പ് ഇല്ലാത്തവരെ കേരളത്തിൽ വെട്ടിനിർത്തിയെന്ന് കോൺഗ്രസ് നേതാവും ദളിത് ഫെഡറേഷൻ പ്രസിഡന്റുമായ പി രാമഭദ്രൻ. VM സുധീറിനെയും MM ഹസനെയും KV തോമസിനെയും വെട്ടിനിർത്തിയതിലൂടെ പിന്നോക്ക സമുദായങ്ങളെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവഗണിച്ചുവെന്നും പി രാമഭദ്രൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന് വേണ്ടി പതിറ്റാണ്ടുകളായി സേവനമനുഷ്ഠിക്കുകയും ആ ദളിത് സംഘടനകളെ കോൺഗ്രസിനോട് അടുപ്പിക്കുകയും ചെയ്തിരുന്ന കേരള ദളിത് ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് പി രാമഭദ്രൻ, അദ്ദേഹവും ഒരുപക്ഷെ കോൺഗ്രസിലെ ഒരു ബലിമൃഗമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയം, ഇപ്പോഴത്തെ ഒരു സാഹചര്യം, തെരഞ്ഞെടുപ്പ് രംഗം, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയം അതുപോലും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഒരു കോൺഗ്രസിന്റെ നേതാവെന്ന നിലയിൽ ഇക്കാര്യത്തിൽ താങ്കളുടെ നിലപാടെന്ന്? വളരെ പരിഹാസപരമായ ഒരു രാഷ്ട്രീയ നാടകമാണ് ഡൽഹിയിലും കേരളത്തിൻ്റെ പല കേന്ദ്രങ്ങളിലും യുവജനങ്ങൾക്ക്, യൂത്ത് കോൺഗ്രസ്, KSU തുടങ്ങിയിട്ടുള്ള യുവജനങ്ങൾക്ക്, മഹിളാ കോൺഗ്രസ്, സേവാദൾ, INTUC തുടങ്ങിയ പോഷക സംഘടനകൾക്കും പിന്നെ അവരുടെ ഒരു ദളിത് സംഘടനയുണ്ട്, അതിൻ്റെ ആളുകൾക്ക് ഒന്നും പ്രാതിനിധ്യം കൊടുക്കാതെ കുറേ നേതാക്കന്മാരുടെ ഏജന്റന്മാർക്ക് മാത്രം ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുമാണ് സീറ്റും വീതം വയ്ക്കുന്നത്. ശ്രീ VM സുധീരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ എടുത്ത് പുറത്തെറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് വരെ ഒരു സ്ഥാനവും കൊടുത്തിട്ടില്ല. AICC ജനറൽ സെക്രട്ടറി സ്ഥാനം, രാജ്യസഭാ അംഗത്വം ഇതൊക്കെ നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ ശ്രീ MM ഹസനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എടുത്ത് കളഞ്ഞിട്ടും MM ഹസനും അർഹമായ ഒരു പ്രാതിനിധ്യം കൊടുത്തിട്ടില്ല. 2 സീറ്റുകളാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രബല സമുദായമായ ഈഴവ സമുദായത്തിന് കൊടുക്കാൻ പോകുന്നത്. ആ 2 സീറ്റും യാതൊരു വിജയസാധ്യതയില്ലാത്ത സീറ്റുകളാണ്. ഇങ്ങനെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെയും ബാക്കി എല്ലാ വിഭാഗങ്ങളെയും, ദളിത് പിന്നോക്ക വിഭാഗങ്ങളൊന്നല്ല, കോൺഗ്രസിനകത്തെ എല്ലാ വിഭാഗങ്ങളെയും തമ്മിലടിപ്പിച്ച് പല തട്ടിലാക്കി ഗ്രൂപ്പ് പ്രവർത്തനവും ഒരു തരം മാഫിയ സംഘങ്ങളുടെ ഇടപെടലുമൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ നാടകം കേരളത്തിൽ വിലപ്പോവില്ല. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ ഇതിന് തക്കതായ തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസിന്റെ ഒരു ഗതികെട്ട ഒരു സാഹചര്യം. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യം പറഞ്ഞില്ലെങ്കിൽ പോലും അത് കോൺഗ്രസിന് നേതാക്കന്മാരുടെ സ്ഥിതി ഇതാണെങ്കിൽ KDFന്റെ നേതാവും അതുപോലെ കോൺഗ്രസിന്റെ KPCC അംഗമൊക്കെ ആയിരുന്ന ഈ രാമഭദ്രൻ, എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന രാമഭദ്രൻ, അദ്ദേഹത്തിന്റെ ഒരവസ്ഥ എന്തായിരിക്കും? കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. ചുവരെഴുത്തുകൊണ്ട് നാടെങ്ങും നിറയുകയാണ്. ഓരോ മുന്നണിക്കും ഓരോ ചുവരെഴുത്ത് വിജയപ്രതീക്ഷയാണ്. കാണാം ആറ്റിങ്ങലിലെ ഇടതിന്റെ കരുത്തായ ഡോക്ടർ A സമ്പത്തിന് വേണ്ടി ചുവരെഴുതുന്ന കാഴ്ച. വടകരയിലെ LDF സ്ഥാനാർത്ഥി P ജയരാജന് മണ്ഡലത്തിലെങ്ങും ആവേശകരമായ വരവേൽപ്പ്. പൊള്ളുന്ന വേനൽ ചൂടിനെ പോലും അവഗണിച്ച നിരവധി പേരാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനെത്തുന്നത്. സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക പേരാമ്പ്രയിലെ സുഭിക്ഷ ജീവനക്കാർ നൽകി. P ജയരാജന് ആവേശകരമായ വരവേൽപ്പാണ് ഓരോ കേന്ദ്രങ്ങളിലും ലഭിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന കൊടും ചൂടിനെ പോലും അവഗണിച്ച് പ്രിയ നേതാവിനെ സ്വീകരിക്കാനെത്തുന്ന ജനസഞ്ചയം. യുവാക്കൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, കൊച്ചുകുഞ്ഞുങ്ങൾ, പ്രായമായവർ, അങ്ങനെ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ. വഴിയിൽ കാണാൻ കാത്തുനിൽക്കുന്നവരോട് കൈ ഉയർത്തി അഭിവാദ്യം ചെയ്ത്
അരികിലെത്തുന്നവരുടെ കൈപിടിച്ച് കുശലം പറഞ്ഞ് സെൽഫി എടുക്കാൻ ചേർത്ത് നിർത്തി അവരിൽ ഒരാളായി PJ. പേരാമ്പ്ര മണ്ഡലത്തിലെ രക്തസാക്ഷി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. ശേഷം ചേർമല സാംബവ കോളനിയിലേക്ക് മുദ്രാവാക്യം വിളികളോടെ സ്വീകരണം. കോളനി നിവാസികളോട് ചെറുഭാഷണം. ഇന്ത്യൻ ലോക്സഭയിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ അംഗസംഖ്യ ഉണ്ടാവണമെങ്കിൽ വടകര പാർലമെന്റിൽ ജയിക്കണം. കഴിഞ്ഞ 2 തവണ നമുക്ക് നഷ്ടപ്പെട്ട മണ്ഡലമാണ്. പക്ഷെ ഇത്തവണ കഴിഞ്ഞ തവണ ഇല്ലാത്ത ചില ഘടക കക്ഷികൾ ഇപ്പോൾ LDFിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ബഹുജന പിൻബലമുള്ള ഒരു ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വടകര മണ്ഡലം LDFിന് ജയിക്കാനാവും, അതും നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാനാവും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പേരാമ്പ്ര സുഭിക്ഷയിലെ സ്ത്രീ തൊഴിലാളികൾ കെട്ടിവെക്കാനുള്ള കാശ് നൽകിയാണ് തങ്ങളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. കഴിഞ്ഞ 2 തവണയും നഷ്ടപ്പെട്ട വടകര മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് CPIMന്റെ സമുന്നതനായ നേതാവ് P. ജയരാജനെ തന്നെ LDF ഇവിടെ രംഗത്തിറക്കിയിരിക്കുന്നത്. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നു വരികയാണ്. ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളാണ് വടകരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ബഹുദൂരം മുന്നേറിയിരിക്കുകയാണ് P. ജയരാജൻ. വടകരയിൽ നിന്നും ക്യാമറമാൻ ജിബേഷിനൊപ്പം PV കുട്ടൻ. താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ A. സമ്പത്ത്. 1ാം ഘട്ട പ്രചരണം അവസാനിച്ചതായും 4ാം തവണയും വിജയിക്കുമെന്നും സമ്പത്ത് പറഞ്ഞു. അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുന്നതിനൊപ്പം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂടും വർദ്ധിക്കുകയാണ്. ഇന്നിപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ A. സമ്പത്ത് ഇപ്പോൾ ഉണ്ട്. സഹോദരൻ, എവിടം വരെയായി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ? ആദ്യഘട്ടം പൂർത്തിയായോ? LDFിൻ്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലം കമ്മിറ്റി അവർ തീരുമാനിച്ചതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അത് വളരെ കൃത്യമായി മുന്നോട്ട് പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ താഴെ തട്ടിൽ വരെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് വളരെ കൃത്യനിഷ്ഠയോടെയും ജാഗ്രതയോടെയും അവർ അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കുകയാണ്. അവരുടേതായിട്ടുള്ള വിവിധ ഘട്ടങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങളാണ്. ആറ്റിങ്ങലിൽ പൊതുവെ ഇപ്പോൾ ഒരു പ്രചരണം ഉള്ളത് എന്ന് പറയുന്നത് 3 തവണ MP ആയിട്ടും ഒരു വികസന പ്രവർത്തനവും മണ്ഡലത്തിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ള ഒരു ദുഷ്പ്രചരണമൊക്കെ എതിർഭാഗത്ത് നടക്കുന്നുണ്ട്. ഇനി ഇത്രയും നാളത്തെ വികസന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യം ഉള്ളത് തന്നെയാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ വിജയിച്ചെത്തും തന്നെ പ്രതീക്ഷിക്കാം. വിജയിച്ചെത്തുകയാണെങ്കിൽ എന്തിനായിരിക്കും പ്രാധാന്യം നൽകുക? ഏത് രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കായിരിക്കും? ഇതിപ്പോൾ ഈ കണ്ണുള്ളവരെല്ലാം കാണണമെന്നില്ല, ചെവിയുള്ളവരെല്ലാം കേൾക്കണമെന്നുമില്ല. ഈ ഹൃദയമുള്ളവരെല്ലാം ഹൃദയത്തോട് പോലെ ഉൾക്കൊള്ളണം എന്നും നമ്മളാരും ശാഠ്യം പിടിക്കേണ്ടതില്ല. ഇന്ത്യയിൽ നിലവിൽ ഇതുവരെ 7ാമത്തെ ഐസറിൻ്റെ പണി നടക്കുകയാണ്. 5ാമത്തെ ഐസർ ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിനാണ്. IAS ടീം ഐസറുമുള്ള ഇന്ത്യയിലെ ഏക പാർലമെൻറ്റ് മണ്ഡലവും ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമാണ്. ഇത് മാത്രമല്ല, നിങ്ങളിപ്പോൾ നോക്കൂ, ആറ്റിങ്ങൽ നാഷണൽ ഹൈവേ 66, ഈ ചില ആളുകൾ ബൈപ്പാസ് എവിടെ എന്നുള്ളത് ഹൃദയം കീറേണ്ട കാര്യമൊന്നുമില്ല, ബൈപ്പാസിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ നല്ല ചങ്ക് തന്നെയാണ് ഉള്ളത് കേരളത്തിന്. ആറ്റിങ്ങൽ NH 66 വരുന്നത്. NH 47ൻ്റെ ബൈപ്പാസ് അല്ല. ഇന്ത്യയിൽ 543 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് എല്ലാ ഗ്രാമപഞ്ചായത്ത് തലം വരെയും സാന്ത്വന ചികിത്സാ രംഗത്തിന് ഒരു മുതൽക്കൂട്ടെന്നുള്ള നിലയിൽ എയർ കണ്ടീഷൻഡ് ആംബുലൻസ് സൗകര്യങ്ങൾ നൽകാൻ കഴിഞ്ഞതും കക്ഷി രാഷ്ട്രീയ ജാതി മത വർണ്ണവർഗ ഭാഷാ ലിംഗ സാമ്പത്തിക നിലവാരത്തിനപ്പുറം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ സാന്ത്വന ചികിത്സാ രംഗത്ത് മുന്നോട്ട് പോകാനായി കഴിഞ്ഞതും. ഈ ഏത് സ്കൂളിലാണ് MP എന്ന നിലയിൽ എൻ്റേതായ സഹായം ലഭിക്കാതിരുന്നിട്ടുള്ളത്? വികസനം എന്നത് ജനങ്ങളുടെ അവകാശമാണ്. അതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള പരിപ്രേക്ഷ്യം. എന്തായാലും LDFന് ഹൃദയം കവരാനാകും കേരളത്തിന്റെ എന്നുള്ളതാണ്. ഒപ്പം ആറ്റിങ്ങലിന്റെ മണ്ഡലത്തിന്റെ സമ്പത്താകാൻ ഡോക്ടർ സമ്പത്തിന് കഴിയട്ടെ എന്നും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതായ ചുഴലിക്കാറ്റിൽ സിംബാബ്വേയിലും അയൽരാജ്യമായ മൊസാംബിക്കിലുമായി 150-ലേറെ പേർ മരിച്ചു. 100-ലധികം പേരെ കാണാതായി. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും നിരവധി വീടുകൾ ഒലിച്ചുപോവുകയും മരങ്ങൾ കടപുഴകി വീഴുകയും കൃഷി നശിക്കുകയും ചെയ്തു. വ്യാഴാഴ്ച വൈകുന്നേരം തുടങ്ങിയ ചുഴലിക്കാറ്റിൽ മൊസാംബിക് മേഖലയിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ശക്തമായി. സിംബാബ്വേയിൽ 65 പേരും മൊസാംബിക്കിൽ 62 പേരുമാണ് മരിച്ചത്.